വോട്ടർ പട്ടിക വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പ്രതിസ്ഥാനത്ത് നിർത്തി ഗുരുതര ആരോപണവുമായി കോൺഗ്രസ്. സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ആൾതാമസമില്ലാത്ത വീടിന്റെ പേരിൽ വോട്ട് ചേർത്തു. ഒരു ബൂത്തിൽ 25 മുതൽ 40 വോട്ടുകൾ വരെ BJP ക്രമക്കേടിലൂടെ ചേർത്തുവെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. വോട്ട് ക്രമക്കേടിൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെറ്റെങ്കിൽ കേസെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിച്ച് VS സുനിൽകുമാറും രംഗത്തെത്തി. ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടുപേരിൽ സുരേഷ് ഗോപിയും സഹോദരനും കുടുംബാംഗങ്ങളും ചേർത്തത് 11 വോട്ടുകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം ആ വീട് ബോംബെ കേന്ദ്രീകരിച്ച കമ്പനിക്ക് കൊടുത്തെന്ന് കോൺഗ്രസ്. ഒരു തെരഞ്ഞെടുപ്പിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുടുംബവും തൃശ്ശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറിപ്പോകുകയും ചെയ്യാം. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തങ്ങളുടെ പരാതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിച്ചെന്ന് CPI നേതാവ് VS സുനിൽകുമാർ. ആരോപണം തെറ്റെങ്കിൽ കേസെടുക്കാനും വെല്ലുവിളി. അപ്പോൾ പരാതി കൊടുത്തിട്ടില്ല എന്ന് നമ്മുടെ ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ ഈ ആക്ഷേപം അടിസ്ഥാനരഹിതവും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ കാര്യമാണ്. തെളിവുകൾ നിരത്തിയുള്ള കോൺഗ്രസിന്റെ വിമർശനത്തെ അവഗണിക്കുകയാണ് BJP. 24 തൃശൂർ. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് K മുരളീധരൻ. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് 56,000-ൽ പരം വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ടു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ തൃശൂരിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും K മുരളീധരൻ പറഞ്ഞു. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഏതാണ്ട് 56,000-ൽ പരം വോട്ടുകളാണ് അവിടെ ചേർത്തിരുന്നത്. അന്ന് തന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കലക്ടർക്ക്. പക്ഷേ അതിൻ്റെ ഒരു തുടരന്വേഷണം ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി ഉയർത്തിയ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണത്തിൽ രാജ്യവ്യാപക ക്യാമ്പയിൻ ആരംഭിക്കാൻ കോൺഗ്രസ്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പ്രത്യേക യോഗം ചേരും. ക്രമക്കേട് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടകയിൽ കോൺഗ്രസ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ചേരുന്ന യോഗം തുടർ നടപടികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള നേതാക്കൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും.